ഞാൻ പിന്നെ വന്നു. ഓ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീട്ടിൽ ഇതല്ലേ ഇട്ടോണ്ടിരിക്കുന്നത്. കുറച്ചു നേരം മുന്നേ തോർത്ത് മാത്രം കൊടുത്ത് ഇവിടെ നിന്നപ്പോ ഞാൻ പറഞ്ഞ തോർത്തൊന്നും ഊരി പോവല്ലേ. ഹലോ അല്ല, സർപ്രൈസ് ആവണം എന്നെ കാണുമ്പോ. ഒരാളെയും കൂടി കാണിക്കാം. ഇവിടെ ഒരാളും കൂടി ഉണ്ട്. അപ്പം എന്നോട് വെൽക്കം ഹോം പറഞ്ഞു. സ്വാഗതം, സുസ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. 25th March 2024 ഈ വർഷം അങ്ങനെ പാലാച്ചില് കഴിഞ്ഞ് നമ്മളെല്ലാരും ഒരു ഭാഗമായിരുന്നു ഈ പാലാച്ചിലിന്റെ. സോ വെരി പ്രൗഡ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനും ചോദിക്കാനും എനിക്കുണ്ട്. ഒരു ചുമന്ന ട്രോഫി അവിടെ ഇരിക്കുന്ന കാണുന്നു. ആദ്യമേ കയറിയിരുന്ന എനിക്കൊക്കെ ചോദിക്കണ്ടേ, പ്രായമായേ അതുകൊണ്ടാ. ഇത് കുറെ നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. കുറെ നാൾ എന്റെ സുഹൃത്തിന്റെ കയ്യിലായിരുന്നു. ആരുടെ കയ്യിലായിരുന്നു? ഹരിയുടെ പാട്ടിലായിരുന്നു. അത് അവരൊക്കെ കൂടി സമ്മാനിച്ചിട്ടു. അവരൊക്കെ കൂടി അല്ല, നിങ്ങളെ കണക്കുള്ള കുറെ പുതിയ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയല്ലോ. ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുപേര് വിളിച്ചിട്ട് പറഞ്ഞ് അഖില എത്രയും പെട്ടെന്ന് ആ ട്രോഫി എവിടെയെങ്കിലും എടുത്തുകൊണ്ട് കളഞ്ഞോ, അഖിലിന് പുറത്തേക്ക് കളക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. വേണ്ട വേണ്ട, ഇനി അത് വേണ്ട. നമുക്ക് ആർക്കും ക്വാളിറ്റി ഇല്ലാത്തവരെ. കേരളത്തിൽ കിടക്കുന്ന 20 ഊളകളെ കേക്ക് ഞാൻ ഈ കേരളത്തിലുള്ള ഏറ്റവും മുതു ഊളകളെ 20 പേരെ അങ്ങോട്ട് കയറ്റി വിട്ടു. അതിൽ നിന്നും ഏറ്റവും വലിയ ഊളയെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയെ ബിഗ് ബോസ് ഇപ്പോഴത്തെ സീസൺ. എപ്പോഴത്തെ സീസൺ അല്ല, നമ്മളെ സീസൺ. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയിട്ട് കൊറേ കുപ്പിയൊക്കെ കാണുന്നുണ്ട്. അഖിലേട്ടൻ വെറുതെ ആണോ അപ്പൊ പറയുന്നത് കുടിക്കാറില്ല? അതെ, ചുമ്മാ വെച്ചാ കുടിക്കണമെന്നുണ്ടോ? ഞാൻ കുടിക്കാത്തോണ്ടാ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഞാൻ കുടിക്കത്തില്ല. അഖിലേട്ടൻ പറഞ്ഞ കുടിയില്ല വലിയില്ല ഒന്നുമില്ലെന്ന്. കുടിക്കാറുമുണ്ട്, വലിക്കാറുമുണ്ട്. ഇതൊന്നും അങ്ങനെ അനാവശ്യത്തിനില്ല, ആവശ്യത്തിന് മാത്രം. ഡെയിലി വൺസിന് അതിന്റെ കൂടെ ഒരു ഗണപതി. ഞാൻ കഴിക്കാറൊന്നും ചുമ്മാ ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്ന വിളിച്ചിട്ട്. അങ്ങനെ മദ്യപിച്ചാൽ എന്റെ വയറിന്റെ പ്രശ്നമാണ്. അത് മദ്യപിക്കുന്നത് തെറ്റല്ല. ഒരു മനുഷ്യനായ രണ്ടെണ്ണം അടിക്കണം. അങ്ങനെയാണോ? ഞാനോ? അല്ല ഞാൻ മറന്നോ? നീ ഓരോ പോയതല്ലേ?